പ്രസവിക്കാൻ വേണ്ടി ചാവള കുഴിച്ച കുഴിമടയിൽ പ്രസവിച്ച അവിടുത്തെ മണ്ണ് മാന്തി ആ മണ്ണിൽ തന്നെ ഈ കുട്ടിയെ അവിടെ മൂടുകയാണ്. അപ്പോൾ ജനങ്ങളുടെ അടുത്ത് പൊതുവെ ഒരു തെറ്റായ ധാരണ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാം മനുഷ്യനെ ദ്രോഹിക്കുന്ന മുഹൂർത്തികളാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ദുർമൂർത്തികളാണ്. 400 കുട്ടിച്ചാത്തന്മാർ എന്നാണ്. അതിന് വേറൊരു ഭാഷയിൽ 900 കുട്ടിച്ചാത്തന്മാർ എന്ന് പറയാറുണ്ട്. 4442 മന്ത്രമുഹൂർത്തികളും അടങ്ങുന്നതാണ് കല്ലടിക്കോട് മലവാരം. ഈ പൊന്നുമലവാരത്തമ്മയ്ക്ക് ഈ പൂജ വെച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യസാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് ഗുണം കിട്ടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ചാത്തൻ ഒരു ആർമി തന്നെ ഉണ്ട്, ഒരു പട്ടാളുണ്ട്, ചാത്തൻ പട എന്നാ പറയുന്നത്. ആ പടയെ നിയന്ത്രിക്കുന്നത് ഈ കരിങ്കുട്ടിച്ചാത്തനാണ്. ഇത് മുഹൂർത്തി സേവ ചെയ്ത ആളുകൾക്ക് മായയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പവറുണ്ടല്ലോ. കുലദൈവമാണ് അവൻ, മറ്റൊരു അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. ഈ ദേവഹിതം അറിയാനായി നമ്മൾ അഷ്ടമംഗല്യ പ്രശ്നം വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അഷ്ടമംഗല്യ പ്രശ്നം വെക്കുന്ന പോലെ തന്നെ ഈ കൗളാചാര പ്രകാരം നമ്മളിങ്ങനെ ഈ പറയുന്ന അഷ്ടമംഗല്യ പ്രശ്നം പോലെ ഈ പ്രശ്നം എന്ന് പറഞ്ഞത് 2-3 വിധേന പ്രശ്നങ്ങളുണ്ട്. കൗളാചാരത്തിൽ തന്നെ നെല്ലുകൊണ്ട് രാശി വെച്ചിട്ട് കാര്യങ്ങൾ അറിയുന്നൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഈ സംഖ്യ കൊണ്ട് കാര്യങ്ങൾ പറയുന്ന ശാസ്ത്രം നോക്കുന്നൊരു വഴിയുണ്ട്. വെറ്റില കൊണ്ട് ഫലം നോക്കി പറയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇത് നിർണയിക്കാം. എങ്കിലും കൂടി യഥാർത്ഥത്തിൽ വേണ്ടത് പ്രശ്നപരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താമ്പൂല പ്രശ്നം, അഷ്ടമംഗല്യ പ്രശ്നം, ദേവപ്രശ്നം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കൃത്യമായി അതിൻ്റെ റൂട്ടിൽ എത്തണമെങ്കിൽ അത് അറിയുന്ന പണ്ഡിതന്മാരെ കൊണ്ട്, ഈ കൗളാചാര ശാസ്ത്രവിധി അറിയുന്ന ജ്യോതിഷ പണ്ഡിതന്മാർ, എന്താണ് കൗളം, എന്താണ് ശാക്തേയം, ആ ദേവി അല്ലെങ്കിൽ ആ ദേവൻ അല്ലെങ്കിൽ ആ മുഹൂർത്തിയുടെ ഭാവം അറിയണം. ആ ഭാവം അറിഞ്ഞ് കൗളാചാര പ്രകാരം ചിന്തന നടത്തുന്ന ജ്യോതിഷ പണ്ഡിതന്മാരെ തന്നെയാണ് സമീപിക്കേണ്ടത്. അപ്പോഴാണ് കൃത്യമായി അറിയൂ. ഇത്തരത്തിലുള്ള മലബാര സമ്പ്രദായത്തിലെ ഈ ചൈതന്യങ്ങളെക്കുറിച്ചോ ഈ മുഹൂർത്തികളെക്കുറിച്ചോ അവരുടെ ഭാവങ്ങളെക്കുറിച്ചോ അവരുടെ നേദ്യങ്ങളെക്കുറിച്ചോ അറിയാതെ ഇത് പ്രവചിച്ചു കഴിഞ്ഞാൽ അപകടമാകും. അറിയാൻ വിധി ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന്, ജ്യോതിഷ പണ്ഡിതത്തിൽ നിന്ന് അറിയുന്നത്. അത് ഏത് ശാസ്ത്രവിധി ആയാലും, ഇപ്പം നെല്ല് കൊണ്ടുള്ള പ്രശ്നമായാലും വെറ്റില കൊണ്ടുള്ള പ്രശ്നമായാലും ശരി, ഇത്തരത്തിൽ ഈ മുഹൂർത്തി ഹിതം അറിഞ്ഞ് മലബാര സമ്പ്രദായത്തിലെ ഈ ഹിതങ്ങൾ അറിയുന്ന ജ്യോതിഷ പണ്ഡിതന്മാരെ കൊണ്ട് പ്രശ്നം വെച്ച് ചിന്തിക്കുമ്പോഴേണ് പൂർണ്ണത വരും. കൗളാചാര ശാസ്ത്രവിധിയിൽ അത്തരത്തിൽ കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധികൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ജ്യോതിഷൻ പണ്ഡിതന്മാർ കേരളത്തിൽ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതാണെന്ന് അറിയപ്പെടുന്നതായ ഒരു ജ്യോതിഷ പണ്ഡിതനാണ് ഒറ്റപ്പാലത്ത്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് മോഹൻ കെ വേദകുമാർ എന്ന് പറയുന്നതായ ജ്യോത്സ്യൻ. വളരെ അദ്ദേഹം പ്രശ്നങ്ങളായാലും താമ്പൂല പ്രശ്നമായാലും ദേവപ്രശ്നമായാലും ശരി, അഷ്ടമംഗല പ്രശ്നമായാലും ഇത്തരത്തിലൊരു തറവാട് സംബന്ധിച്ച് ഈ കുലദേവതകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അത് ആ ദേവന്റെ ഹിതം എന്താണ് എന്നുള്ളത് കൃത്യമായി ആ ശാസ്ത്രവിധിയിലൂടെ ലോകരെ അല്ലെങ്കിൽ ആ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിന് ഇന്നതാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, അതിന് നേദ്യങ്ങൾ ഇന്നതാണ് അതിൻ്റെ ഭാവം, അത് ഇന്ന രാശി പ്രകാരം ആ ഇരിക്കുന്ന ദേവൻ ഇന്നതാണ്, അത് ഉത്തമത്തിൽ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് മധ്യമത്തിൽ കൊടുക്കേണ്ടതാണ്, അതല്ലെങ്കിൽ അധമവിധേന കൊടുക്കേണ്ടതാണ്, അത് ഇന്ന രീതിയിൽ കുടിവെക്കണം എന്നത് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന, ഞാൻ കണ്ടതിൽ വെച്ചൊരു പ്രഗത്ഭനായ ജ്യോതിഷ പണ്ഡിതനാണ് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ മോഹൻ കെ വേദകുമാർ പോലത്തെ ജ്യോതിഷ. അങ്ങനെ നിരവധി ആളുകളുണ്ട്, ഒരാൾ മാത്രമല്ല. എനിക്കറിയപ്പെടുന്ന ഒരാളെ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അത്തരത്തിലുള്ള പ്രശ്ന പണ്ഡിതന്മാരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഉയരങ്ങളിലേക്ക് ആ തറവാടുകളെ എത്തിക്കാൻ മലബാര സമ്പ്രദായം കൊണ്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊക്കെ അറിയാതെ പല സ്ഥലങ്ങളിലും പല കുലാചാരങ്ങളിലും പൂർവികമായി നിൽക്കുന്ന ആചാര ദേവതകളെ അവർ പൂർണ്ണമായി ഒഴിവാക്കുന്ന അവസ്ഥകളുണ്ട്. ഇത്തരത്തിൽ അറിയാത്ത ആളുകൾ പോയി പ്രവചിക്കുകയാണ്, അത് വെച്ച് ആരാധിക്കേണ്ട പോയൊരു കാര്യമില്ല. അവിടെ ഇപ്പം ഇത്തരത്തിലുള്ള പൂജകളല്ല കൊടുക്കേണ്ടത്, ഈ വറുപൊടി നീതിയാദികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സ്യമാംസാദികളോ അല്ല നീതിക്കേണ്ടത്. അവിടെ ഇങ്ങനെ പാൽപ്പായസം പോലത്തെ അല്ലെങ്കിൽ പാലും അവിലും മലടും ശർക്കരയും ഇത്രകാരം നീതിക്കേണ്ടത് എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാറുണ്ട്. അത് വളരെ വലിയൊരു ആപത്താണ്. ഒരു 8-9 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ ചൈതന്യം തന്നെ കോപിക്കുക. കാരണം ഇതറിയാതെ, കാരണം അവന് കഴിക്കേണ്ട ഭക്ഷണം അല്ല അവന് നീതിക്കുന്നത്. അത് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള അറിവ് കൊടുക്കുന്നവരുടെ അടുത്ത് പറ്റുന്ന പോരായ്മയാണ്. ആ വീട്ടുകാരൻ അറിയാത്തത് കൊണ്ടാണല്ലോ ഒരു പണ്ഡിതനെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അറിവാണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ്, എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനൊരു പണ്ഡിതന്റെ അടുത്ത് പോയി അറിയുന്നത്. ആ കുലാചാര, ആ ദേവതയുടെ എന്താണ് അവരുടെ ഹിതം, ആ ചൈതന്യം എന്താണ്, അവർക്ക് ഏത് ഭക്ഷണം കൊടുത്താലാണ് തൃപ്തിയാവുക,
എന്ന് അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ നോക്കിയിട്ട് അത് ചെയ്യുമ്പോഴേ പൂർണ്ണത വരും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ദേവചൈതന്യം ക്രമേണ നശിച്ചു പോവുകയാണ്, അതിന്റെ പവർ ഇല്ലാതെയാവും. അത് പവർ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ 100% അത് വിപരീത ബലത്തിലേക്ക് മാറും. അപ്പൊ നമ്മളുടെ തറവാടുകളിൽ ആരാധിച്ചു വരുന്നതായ ആ ചൈതന്യത്തിന്റെ ക്ഷയം അത് ജനങ്ങളിലേക്ക് മുഴുവൻ പ്രവഹിച്ച് നാശം. നിരവധി തറവാടുകൾ അങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. കാവുകള്, പതികള്, മണ്ഡപപ്പുരകള്, കാവ് പതി എന്നൊക്കെയാണ് പറയുക മലബാർ സമ്പ്രദായത്തിൽ. അങ്ങനത്തെ കാവുകളും പതികളും മണ്ഡപപ്പുരകളും അല്ലെങ്കിൽ ദൈവത്തറകളും കോട്ടത്തറകളും അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. കാരണം അങ്ങോട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല. അത് ഈ കുലാചാരം കൊണ്ട് നടക്കുന്ന ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ രീതി അതിന്റെ ആ ശൈലി മാറ്റിയത് കൊണ്ടോ അവർക്കത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇന്ന് സമൂഹത്തിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ചിലത് വരുന്നുണ്ട്. എന്തിനാ ഇപ്പൊ അതിന്റെ ആവശ്യം? ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇപ്പൊ എന്തിനാ ഒരു കുലദൈവത്തിന് കരിങ്കുട്ടി വെച്ച് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പറക്കുട്ടി വെച്ച് ആരാധിക്കുന്നത്, ഗുളികനെ വെച്ച് ആരാധിക്കുന്നത്? പൊതുവെ ചോദിക്കുന്ന ആളുകളുണ്ട്. അന്നത്തെ തലമുറ ചിലപ്പോൾ ചോദിച്ചു പോവാതെ. പൂർവികമായി അങ്ങനത്തെ ഒരു ചൈതന്യത്തിനെ നമ്മൾ കൊടുന്നു വെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ കുലത്തിനും ആ ദേശത്തിനും തന്റെ കുടുംബത്തിനും ഗുണം കിട്ടുന്നതിന് വേണ്ടി പൂർവികർ ആരാധിക്കുന്നതാ. വെറുതെ കൊടുന്നു വെക്കില്ലല്ലോ ഒരു കല്ല്. അപ്പൊ അവര് കൊടുത്തിരുന്ന ആ ഭക്ഷണങ്ങളോട് കൂടി ഇന്നത്തെ തലമുറ ഒരുപാട് പരിഷ്കരിച്ചുകൊണ്ട് അത് കൊണ്ടു നടക്കാൻ ചില പ്രയാസങ്ങൾ ഒഴിവാക്കുന്നു. ആ ഒഴിവാക്കിയതിന്റെ ദോഷങ്ങൾ ഒരു തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ കഴിഞ്ഞാൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ദോഷങ്ങൾ ഇന്നിപ്പോ കുറെ തിരിച്ചുവരവ് തുടങ്ങി. ഇന്ന് വീണ്ടും പൂർവാധികം അത് ആ ആചാര കർമ്മത്തോടു കൂടി തന്നെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. കാരണം അവന്റെ കുലദൈവമാണ്. അവൻ മറ്റൊരു അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. അവന്റെ കുലദൈവത്തിന്റെ അടുത്ത് അവട്ടന്റെ ദൈവമേ എന്നും പറഞ്ഞ് മാറത്ത് കയ്യും വെച്ച് തൊഴുതു വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുന്ന ദൈവമാണ് കൗളാചാരത്തിലെ ദൈവം. നമ്മൾ അപ്പോഴത്തെ അയ്യപ്പസ്വാമിയുടെ അടുത്തോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ അടുത്തോ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ മുൻപേ സ്വന്തം കുലദൈവത്തിന്റെ അടുത്ത് തൊഴുതു പ്രാർത്ഥിക്കണം. അവന് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് അവന് നീക്കി വെച്ച് ദൈവമേ ഇതാ നിങ്ങൾക്കുള്ള ഞാൻ കഴിക്കുന്ന മത്സ്യമാംസാദികളും മീനി ഇറച്ചി ചോറും കൂടി ഇതാ വെച്ചു തരുന്നു, എന്നെ കാത്തുരക്ഷിക്കണം എന്റെ ദൈവമേ, എന്റെ അച്ഛമുത്തശ്ശന്മാരെയും മുത്തപ്പായികളെ ദൈവമേ എന്ന് പറഞ്ഞ് അവൻ തൊഴുതു പ്രാർത്ഥിച്ചാൽ അതിലും വലുതല്ല മറ്റുള്ള ദൈവചൈതന്യങ്ങളൊന്നും. എന്റെ ദൈവമേ എന്ന് വിളിച്ചാൽ പരമശിവൻ അടക്കം അതിൽ വിളി കേട്ടു. പരമശിവന്റെ മക്കളെയാണ് അല്ലെങ്കിൽ പരമശിവനെയാണ്, പരമശിവന്റെ വാമഭാഗമായ ശ്രീപാർവതി ദേവിയെയാണ്, അവരുടെ മക്കളെയാണ് അവൻ ആരാധിക്കുന്നത്. അപ്പൊ ഏവരും തുണനിന്ന് ഈ കാര്യം നടത്തിത്തരുന്ന ചൈതന്യങ്ങളാണ്. പലവരും അത് ചെയ്യുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നിരവധി അനുഭവിച്ചു. കുലദൈവങ്ങളെ കാണുന്നില്ല. അതെ, കുലദൈവങ്ങൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. കുലദേവതകളെ ആദരിക്കാതെ തൊട്ടടുത്ത അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഇത് കറക്റ്റ് പോയിന്റാ. കുലദൈവങ്ങളെ ആരാധിക്കുന്നില്ല, അവിടെ അടച്ചിടുക. അവിടെ വാർഷികമായി ഒരു നീതികർമ്മം ചെയ്യാൻ മടിക്കുകയാണ് ജനം. അവിടെ ഒരു 5 രൂപ കൊടുക്കില്ല. അവിടെ 5 രൂപ കൊടുക്കണ്ട, ധനം വേണ്ട. ധനം വേണ്ട, ചെയ്യാനുള്ള ധനം വേണ്ട. അവർക്ക് ഒരു വിളക്ക് കത്തിക്കുക, ഇത്തരത്തിലുള്ള ഒരു സാധനം, ഒരു നെല്ല് കുത്തി വറുത്ത് പിടിച്ച അവിടെ മലർതെ ഒരു അവനും മലർതെ. അത് പറയുന്ന എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് അല്ലെ? എല്ലാ മനുഷ്യരും അവരുടെ കുലദൈവങ്ങൾ അല്ലെങ്കിൽ അവർക്കൊരു അവർക്കൊരു അമ്പലം ഉണ്ടാവും അല്ലെ? അവിടെ നമ്മൾ തീർച്ചയായിട്ടും പോവുക തന്നെ വേണം. അവർക്ക് നമുക്ക് അല്ലെ? അതല്ലേ ചേട്ടാ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അതെ. അവന്റെ കുലദേവത അതിപ്പോ പല സമുദായങ്ങളിലും അങ്ങനെ ഉണ്ട്. വലിയ സമ്പന്നമായിട്ടുള്ളതൊന്നും അങ്ങനെയൊന്നുമില്ല. ഒരു ജാതീയമായി വേർതിരിക്കല്ല. ഇപ്പോ ചില സമുദായങ്ങളിൽ ഈ ഭുവനേശ്വരി എന്ന് പറയുന്നതായ ചൈതന്യമുണ്ട്. ഈ ഭുവനേശ്വരി ചൈതന്യം ഇരിക്കുന്നത് തട്ടിട്ട് മച്ച് എന്ന് പറയുന്നതായ അകത്തിരിക്കുന്നതാണ്. വലിയൊരു പീഠത്തോടു കൂടി ഈ ഭുവനേശ്വരി ചൈതന്യം ഇരിക്കുന്നുണ്ട്. ഈ ഭുവനേശ്വരിക്ക് കർമ്മം ഉത്തമ വിധിപ്രകാരം മധ്യമ വിധിപ്രകാരം കർമ്മം കൊടുക്കുന്നുണ്ട്. ഈ ഭുവനേശ്വരി ചൈതന്യം ആയാലും ഇത്തരത്തിലുള്ള ഈ കരിങ്കുട്ടി ആയാലും ഇതിന് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഗുരു കൂടി ഉണ്ടാവും. ആ തറവാട്ടിലെ ഒരു ജനിച്ച് വളർന്ന ഒരു കാരണവര്, അവരെയാണ് ഇപ്പൊ നമ്മൾ ഈ ഗുരു എന്ന സങ്കല്പത്തിൽ ഇത് പറയുന്നത്. ആ ഗുരു കൊടുന്നു വെച്ചതായ ചൈതന്യങ്ങളാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മുടെ വീട്ടിലെ കരിങ്കുട്ടി ആയാലും അല്ലെങ്കിൽ ഇപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞ ഭുവനേശ്വരി ചൈതന്യം ആയാലും ആ ഭുവനേശ്വരിനെ കൊടുന്നു വെച്ച ഗുരുവിനെയും കൂടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പൂജ കൊടുക്കേണ്ടത്. അത് വാർഷികമായി ഒരു പൂജ കൊടുക്കാൻ ഉത്തമം മധ്യമം അധമം 3 വിധികൾ വരാറുണ്ട്. ചില സ്ഥലത്ത് ഉത്തമം മാത്രം ചെയ്യുന്നവരുണ്ട് ഭുവനേശ്വരിക്ക്. അപ്പൊ അത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഇതിന് പകരം അവിടെ കൊടുത്തു കഴിഞ്ഞേക്കൊണ്ട് പൂർണ്ണാവില്ല. ഭുവനേശ്വരം പറയുമ്പോൾ അത് കാളിയൊക്കെ പെടും അല്ലേ? കാളിഭാവാണ് ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ. കാളിഭാവാണ്. അതിൽ ഗുരുതീർപ്പണത്തോടു കൂടി കർമ്മം ചെയ്യുന്ന പാർവതി ദേവി തന്നെയാണ്. അത് വേറൊരു ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയണത്. ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയൂരോ തന്നെയാണ്, കാളിയാണ്. അവിടെ വരുന്നുണ്ട് ദേവി. അത് തന്നെയാണ്. അതെ, അത് അവിടേക്ക് ശക്തയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു കോഴിക്ക് പകരം അവിടെ എന്ത് ചെയ്യുന്നു? കുമ്പളങ്ങി വെട്ടുന്നു, തേൻ ചെയ്യുന്നു. അതെ,
എല്ലാം പേടിക്കേണ്ട ഒരു മുഹൂർത്തികളല്ല ഈ കവളാചാരത്തിലുള്ളത്. നമ്മൾ ഭയപ്പെടുകയാണ്. കവളാചാരൻ ചാത്തൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഭയപ്പെട്ട് പിറകിലേക്ക് മാറുകയാണ്. എന്തോ ഒരു ഭീകരമായ സാധനം, എന്തിനാ പേടിക്കുന്നത്? അത് ഈ പറയുന്ന ഹൈന്ദവ ആചാരത്തിൽ ബ്രാഹ്മണ്യം പൂജ ചെയ്യേണ്ടത് ബ്രാഹ്മണ്യമാണ് എന്ന് പറയുന്നതിന് തുല്യമാണോ? ബ്രാഹ്മണ്യമാണ്, ബ്രാഹ്മണന്മാരാണ് ചെയ്യേണ്ടത് പൂജ. അപ്പൊ അവിടെ ഒരു ചാതുർവർണ്ണ്യം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അതുകൊണ്ടാണത്. ആ രൂപത്തിൽ ഇത് പൂജ ചെയ്യാൻ അവകാശപ്പെട്ടവര് ഈ ചാതുർവർണ്ണത്തോടു കൂടി അവർക്കേ അവകാശമുള്ളൂ എന്നൊരു തെറ്റായ തന്നെയാണ്, തെറ്റായ ഒരു ധാരണയാണ്. അവർക്കാണ് ഇതിന് അധികാരമുള്ളൂ എന്ന തെറ്റായ ഒരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്തേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ മലബാരത്തമ്മയുടെ പൊന്നുമകൻ പുന്നാരക്കരിങ്കുട്ടിച്ചാത്തനെ ആദരിച്ചു പോരുന്നതായ ബ്രാഹ്മണ കുലങ്ങളുണ്ട്. അവിടെ അവര് കൊടുക്കുന്നത്, അവർ വാർഷികമായിട്ട് ഇത് കൊടുക്കുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് ചെയ്യുന്നു അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് മുഴുവൻ ബ്രാഹ്മണ കർമ്മത്തോടു കൂടി ബ്രാഹ്മണൻ മാത്രമേ ചെയ്യാൻ പാടൂ, അതാണ് ശരി എന്ന രൂപത്തിലേക്ക്. അതൊരു ആഠ്യത്തിന്റെ അഹങ്കാരമല്ലേ? അത് തീർച്ചയായിട്ടും അതെ. അത് എനിക്ക് ചെയ്യാൻ പാടൂ എന്നുള്ളത് എല്ലാവരും കുറ്റം പറയുക. ചിലവർ അങ്ങനെ ചിലവരങ്ങനെ പറയുന്നുണ്ട്. അത് അവിടെ അങ്ങനെ ആ രൂപത്തിൽ ചെയ്യേണ്ടവരല്ല, അത് ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരിക്കാം, ആയിരിക്കാം. ബ്രാഹ്മണൻ കർമ്മം ചെയ്യേണ്ടത് ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അതിന് ഈ ബ്രാഹ്മണൻ ചെയ്യുന്ന കർമ്മം ഈ കവളാചാരത്തോടു കൂടി ഈ കവളൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ഈ മധ്യമ കർമ്മങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പൂർവികമായി കൊടുത്തു ശീലിച്ച ആ പൂർവിക കർമ്മങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഈ ബ്രാഹ്മണ കർമ്മത്തോടു കൂടി ഉത്തമ കർമ്മങ്ങൾ കൊടുക്കുമ്പോൾ ഈ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ശക്തി ഇല്ലാതെയുക ചെയ്യുന്നത്. അവൻ കഴിച്ചിരുന്ന ആഹാരമല്ല അവന് കിട്ടുന്നത്. അവന് മാറ്റപ്പെട്ട് ഈ ആഹാരം ഇനി മുതൽ കൊടുക്കണം കേട്ടോ. ഞാൻ കഴിക്കുന്നത് വയറ് നിറച്ച് എനിക്ക് നല്ല കഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത്, അതിന് പകരം ഇനി കഞ്ഞിയില്ല, കഞ്ഞി മാറ്റിവെച്ചു, ഇനി കഴിക്കേണ്ടത് നീതാ ഈ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ ശക്തി കുറേശ്ശെയായിട്ട് ഇല്ലാതെയാണ്. അത് ആ ചൈതന്യത്തിന് ക്ഷയം വരുന്നുണ്ട്. അങ്ങനെ ക്ഷയം വന്നതുകൊണ്ടാണ് പല തറവാട്ടിലും ഈ ശക്തികൾ മാറ്റപ്പെട്ടത്. കാരണം അത് ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള ആചാര്യന്മാർ വന്നു കയറി അതിനെ മാറ്റപ്പെടുകയാണ്. അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കുലത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കുറ്റം പറയല്ല. അവര് മത്സ്യമാംസാദികൾ വെച്ചിട്ടുള്ള പൂജ ചെയ്യില്ല. ആ പൂജ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് മാറി അത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു ഒഴിയാവല്ലോ. അതെ, എനിക്കത് സാധ്യമല്ല, ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാറ്, എനിക്ക് ഈ വിധി അറിയും, അല്ലെങ്കിൽ ഇതേ എനിക്ക് ചെയ്യാൻ അധികാരമുള്ളൂ പറഞ്ഞ് മാറി നിൽക്കാം. അതല്ല, ഇങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കാണ്. അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ചൈതന്യങ്ങൾക്ക് ബലമില്ലാതെ ക്ഷയം വന്ന് ജീർണത വന്ന് അത്തരത്തിലുള്ള കുലാചാരങ്ങളെ പിന്തുടർന്ന തറവാടുകൾ നശിച്ചു പോകുന്നു. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചേട്ടാ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്ന കാര്യം ആണ് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു വന്നത്. അപ്പൊ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് എല്ലാവരും കൃഷ്ണനെ നമ്മൾ കാണാൻ പോകുന്ന ഇഷ്ടത്തോടെ തന്നെയാണ് പോകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് ഇങ്ങനെ പറയുമെങ്കിലും വളരെ ഇഷ്ടത്തോടെ പറയും. എന്നാൽ അതുപോലെ എന്തുകൊണ്ട് ഈ മലബാര സമ്പ്രദായത്തിലെ പൂജയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല? എന്തുകൊണ്ട് അത് തിരിച്ചടിക്കുമെന്ന ഒരു പേടി കൊണ്ടാണ്? അത് ഈ മലബാര സമ്പ്രദായം എന്ന് പറയുന്നതായ ഈ ദൈവചൈതന്യങ്ങൾ ഉഗ്രമുഹൂർത്തികളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർ മുഴുവൻ വളരെ സ്പീഡിൽ പോകുന്ന ചൈതന്യങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ അടുത്ത് പൊതുവെ ഒരു തെറ്റായ ധാരണ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാം മനുഷ്യനെ ദ്രോഹിക്കുന്ന മുഹൂർത്തികളാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ദുർമൂർത്തികളാണ് എന്നൊരു സങ്കല്പം ജനങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചൈതന്യങ്ങൾ ദുർമൂർത്തികളല്ല. ശക്തയ കർമ്മത്തിലെ കൗളാചാരത്തിലെ മലബാര സമ്പ്രദായത്തിലെ ഈ മുഹൂർത്തികളെ ആരാധിക്കപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഇതേ വിഷ്ണുമായ ചാത്തൻ ഇരിക്കുന്നതായ ഒരു കിളിപ്പെട്ട മന വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട്. ആ മനയിലേക്ക് ആളുകൾ പോയി അവിടെ ഈ ചാത്തനെ ആരാധിച്ചു പോരുന്നുണ്ട്. അവിടെ ചാത്തനാണ്. പക്ഷെ മറ്റൊരു ചാത്തൻ മഠത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാത്തനെ കുടിവെച്ചോടത്തേക്കോ അല്ലെങ്കിൽ മലബാരത്തമ്മേനെ കുടിവെച്ചോടത്തേക്കോ പോവാൻ ആളുകൾ ഭയപ്പെടുന്നത് ഇങ്ങനെ മൃഗീയമായ ഒരു ചൈതന്യമാണത്. അവിടെ പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു ദോഷം നമുക്ക് വരും. അവിടേക്ക് പോകാൻ പാടില്ല, അവിടെ തൊഴാൻ പാടില്ല, അവിടുത്തെ പ്രസാദങ്ങൾ വാങ്ങാൻ പാടില്ല. ഇങ്ങനെ ചില നിഗൂഢത അതിൽ ജനത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു പേടിപ്പെടുത്തും. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒരിക്കലും പേടിക്കേണ്ടതില്ല. പേടിക്കേണ്ട ഒരു മുഹൂർത്തിയല്ല. എന്നാലോ പേടിക്കേണ്ടത് വരുന്നത് എന്താ വെച്ചാൽ, ഈ മുഹൂർത്തികളുടെ അടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത മറ്റൊരാൾ നാശം വരുത്തുന്നതിനു വേണ്ടി നമ്മളുടെ പ്രാർത്ഥനകളും പൂജകളും സമർപ്പിച്ചവരെ പ്രാർത്ഥിക്കുന്നത് തെറ്റായതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ചൈതന്യത്തിന് ദോഷമാണ്,
അല്ലെങ്കിൽ വ്യക്തിക്ക് ദോഷമാണ്, ആ ചൈതന്യത്തിന് ദോഷമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഏതൊരു അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് പോയി നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പൻ ആ കാര്യം നടത്തിത്തരുന്നു. ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയാലും ആ ചൈതന്യം, ആ ഗുരുവായൂരപ്പൻ കൂടെ നിന്നിട്ട് കഴിയുന്നതാണെങ്കിൽ സാധ്യമാക്കി തരണോ? പക്ഷെ ഈ കല്ലടിക്കൂടൻ ഉപാസനാ ചൈതന്യത്തിലെ ഈ മലബാര മുഹൂർത്തികളായ ചാത്തൻ്റെ അമ്പലത്തിലേക്കോ മറ്റൊരു അമ്പലത്തിലേക്കോ പോയി അവിടെ മൃഗീയമായ അല്ലെങ്കിൽ മറ്റൊരാൾ നശിച്ചു കാണണം എന്ന രൂപത്തിൽ പ്രാർത്ഥന ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്നൊരു തെറ്റായ ധാരണയിലാണ് ജനം വിശ്വസിക്കുന്നത്. അവിടെ മട്ടും മാരണത്തിന്റെ സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ മോശമായ മുഹൂർത്തികളാണ്. ശരിക്കും തെറ്റായ ധാരണ തന്നെ, തെറ്റായ ധാരണകളാണ്. കാരണം നമ്മളുടെ ദേവനായിട്ടാണ് കാണുന്നത്. അതിൽ ഒരു ഭാവ വ്യത്യാസങ്ങളില്ല. പരമശിവന്റെ മക്കൾ അങ്ങനെ ദുഷ്ടന്മാരുണ്ടോ? ചരിത്രത്തിലുണ്ടോ? എനിക്കറിയില്ല. ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെയും ഭഗവതിയിലും ഉണ്ടായ ഈ സർവ്വത്തും ഭഗവാൻ തന്നെയാണ്. 100%. പരമശിവനും ശ്രീപാർവതിക്കും ഉണ്ടായ ഈ മക്കള് ഇത്തരത്തിൽ ദുരിതങ്ങൾ വരുത്തേണ്ടതാണോ? അല്ലെങ്കിൽ ദുരിത മുഹൂർത്തികളാണോ? പേടിക്കേണ്ട മുഹൂർത്തികളാണോ? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവരെ കൊണ്ടാടുന്ന രീതികളിൽ വ്യതിചലിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമാവും. അവർ കൊണ്ടാടുന്ന രീതി കൊണ്ട് അവരെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ എനിക്ക് ഏറ്റാൻ പറ്റാത്ത ഭാരം എന്നെ കൊണ്ട് ഏറ്റെടുപ്പിച്ചാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ കള്ള് കഴിക്കുന്നത് പാടില്ലാത്തതാണ്, പക്ഷെ അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുകയാണ്. അതെ, നമ്മൾ കള്ള് കഴിച്ചിട്ട് അവന് പൂജ കൊടുക്കുന്നത് തെറ്റായ കാര്യമാണ്. അത് ചെയ്യുമ്പോൾ അവർ കോപിക്കുക ചെയ്യുക. അവര് കഴിച്ചതിന് ശേഷം അതിൽ നിന്ന് പ്രസാദമായ അമൃത ഒരു തുള്ളി നാം സേവിക്കാം. അമൃതന്നെ, ആ അമൃതനെ സിദ്ധി ചെയ്ത് അതൊരു കൃത്യമായ ഔഷധം പോലെ ആക്കിയിട്ടാണ് സേവിക്കേണ്ടത്. നമ്മൾ ദേവന് കൊടുത്ത ഒരു നേദ്യം അല്ലെങ്കിൽ പ്രസാദം, ആ തീർത്ഥം അല്ലെങ്കിൽ ആ കലശം അതെടുത്ത് നമ്മൾ കഴിക്കേണ്ടത് അവന്റെ ദേവന്റെ പ്രസാദമായിട്ടാണ്. നമ്മൾ കള്ളു കുടിച്ചിരുന്ന് മനം മറിഞ്ഞിട്ട് അതിന് കർമ്മം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സ്ഥലമാണെന്നുള്ള ധാരണ പൊതുവെ വരുന്നുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അതല്ല യാഥാർത്ഥ്യം. നമ്മൾ ഉദ്ദിഷ്ട കാര്യസാധ്യതകൾക്ക് ഗുരുവായൂരോ ചോറ്റാനിക്കരയോ കൊടുങ്ങല്ലൂരോ തൃപ്രയാറോ അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അടുത്തോ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്ന അതേ ഭാവം തന്നെയാണ് ഈ ചാത്തൻ മഠങ്ങളിലായാലും അല്ലെങ്കിൽ മലബാരത്തമ്മയുടെ അടുത്തായാലും കരിങ്കുട്ടി സ്ഥാനങ്ങളായാലും ഗുളിക സ്ഥാനങ്ങളായാലും എല്ലാം തന്നെയാണ്. ഇതേ സ്ഥാനങ്ങളാണ്. ഭക്തിയുടെ നിറവ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തൊഴുതുകൊണ്ട് തന്നെ ഇരിക്കണം. അവരെ കൊണ്ടാടിക്കൊണ്ടിരിക്കണം. ആടിക്കൊള്ളും ദൈവം കൂടിക്കൊള്ളുന്ന പറയാ. ആടിക്കൊള്ളുന്ന നമ്മൾ അതിനെ എത്രത്തോളം വന്നിച്ച് ആരാധിച്ചു കൊണ്ടുപോകുന്നു അത്രത്തോളം അത് നമുക്ക് അനുഗ്രഹത്തെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കൽ കണ്ട് ആഗ്രഹം നിറവേറ്റിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ അതിന് തിക്താനുഭവം തന്നെ ഉണ്ടാവും. അങ്ങനെയില്ല, അങ്ങനെ അതിന് വരുന്നില്ല. കാരണം നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മളവിടെ പോകുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ആ ദേവന് ഇന്നത് വേണമെന്ന് പറയുന്നില്ല. നിന്റെ ആഗ്രഹത്തെ നടത്തിയാൽ നീ എന്നത് എനിക്ക് തരണമെന്ന് മലബാരത്തമ്മയോ അല്ലെങ്കിൽ മലബാരമൂർത്തികളോ പറയുന്നില്ല. നിനക്ക് എന്താണോ സാധ്യമാകുന്നത്, നീ എന്താണോ കഴിക്കുന്നത് അതെനിക്ക് കൊണ്ടായി. എനിക്കൊരു വെളിച്ചേ ഉള്ളൂ, ഒരു തിരിയാണ് എനിക്കുള്ളത്, അത് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചു പോരണം. ഏത് അമ്പലത്തിലായാലും നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും വഴിപാട് ചെയ്തു പോരണല്ലോ. പ്രാർത്ഥിച്ചു പോന്നു കഴിഞ്ഞാൽ കാര്യം സാധ്യമായാൽ എന്തെങ്കിലും ഒന്നും കൂടി ഒരു നേദ്യപ്രീതി അവിടെ വരുത്തുന്നത് വളരെ സന്തോഷമാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടാവാൻ, ചെയ്തില്ലാന്ന് വിചാരിച്ചൊരു ദോഷം വരില്ല. പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യം പൈശാചികമായ ഒരാളെ ദ്രോഹിക്കേണ്ടതാണെങ്കിൽ അത് ദോഷമാണ്. ഈ കൗളാചാര പ്രകാരം ഒടിയനും ചാത്തനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ നമുക്ക് രണ്ടാമത് അറിയേണ്ടത് ഈ കൈവിഷം എന്ന് നമ്മുടെ സംസാര ലോകത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടെ ഉണ്ടോ? അതില് നമുക്ക് ആദ്യം ഈ ഒടിയൻ എന്നൊരു സംഭവത്തിലേക്ക് ഇടാം. ഒടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ 4442 മന്ത്രമുഹൂർത്തിയിൽ വരുന്നതായ ഒരു മുഹൂർത്തി ഭാവത്തെയാണ് ഒടിമുഹൂർത്തി എന്ന് പറയുന്നത്. അതിന് ഇതേപോലെ ആരാധിച്ചു പോരുന്നവരും സേവ ചെയ്തവരും ഉണ്ടാവാം. ഒടിമുഹൂർത്തി എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പ്രത്യേക തരം പ്രകൃതിയിൽ നിന്നുള്ള പ്രത്യേക ചില ഔഷധക്കൂട്ടുകളെല്ലാം ചെയ്ത് ഒരു മരുന്ന് രൂപേണയാക്കി അത് നമ്മൾ കഴിക്കുകയും അത് നമ്മളുടെ ശരീരങ്ങളിൽ പുരട്ടുകയും ഈ മുഹൂർത്തിയെ സേവ ചെയ്ത് അതിനെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് അത്തരത്തിൽ മുഹൂർത്തി സേവ ചെയ്ത ആളുകൾക്ക് മായയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പവർ ഉണ്ടെന്നാണ്. കാരണം അത്തരത്തിൽ ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഞാൻ അത്തരത്തിൽ ചെയ്ത് അങ്ങനെയുള്ള അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ 18 നാഴികയ്ക്കാണ് അത് ചെയ്യുക. വെളിച്ചത്ത് ചെയ്യാൻ കഴിയുന്നതല്ല ആ ഒരു വിദ്യ. കണ്ടിട്ട് പോലത്തെ ഒരു വിദ്യ തന്നെയാണത്. അങ്ങനെ നമ്മൾ അതിന് നിൽക്കുമ്പോൾ നമ്മൾ ഈ മായയിൽ നിൽക്കുന്ന ഈ മരുന്നിൻ്റെ ശക്തി കൊണ്ടും ഇത്തരത്തിലുള്ള ഈ സാധനത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ച് കയറ്റിയത് കൊണ്ടും എതിരെ നിൽക്കുന്ന ആൾക്ക് നമ്മളെ കാണാൻ കഴിയുന്നില്ല. അവിടെ നമ്മൾക്ക് അവർ നോക്കുമ്പോൾ നമ്മളെ ഒരു നിഴല് പോലെയാണ് കാണുന്നത്.
ഈ നിഴല് പോലെ കാണുന്നത് നിങ്ങൾ നോക്കുമ്പോൾ അതിന് തോന്നുന്നതാണ്, അതിന് നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതിന്റെ ഭാവം തോന്നുന്നത് അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അതൊരു മുരിക്കുട്ടിയാണ്, ഒരു കാളയാണെന്ന് തോന്നുകയാണെങ്കിൽ പേടിച്ചു. ആ കാള കുറച്ച് കഴിഞ്ഞാൽ ഇളകുന്നു. ഇപ്പൊ ആ മനുഷ്യൻ ഇളകി കഴിഞ്ഞാൽ അത് കാളയാണെന്ന് തോന്നുന്നു, അത് പൂച്ചയാണെന്ന് തോന്നുന്നു, അത് നായയാണെന്ന് തോന്നുന്നു. അത് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ആ ഭയപ്പാടിൽ നിന്ന് ബാധിക്കുന്നതായ ദോഷത്തെയാണ് കുടിമുഹൂർത്തി എന്ന് പറയുന്നത്. അത് കയറിക്കഴിഞ്ഞാൽ 100% ഭയപ്പാടോടുകൂടി മനുഷ്യന്റെ മെമ്മറി മുഴുവൻ മാറും. അങ്ങനത്തെ മുഹൂർത്തി കയറിക്കഴിഞ്ഞാൽ ആ മുഹൂർത്തിക്ക് ഒടിമുഹൂർത്തി മന്ത്രത്തോടു കൂടി വിപരീതമായി ആ മുഹൂർത്തി കയറിയിട്ടുണ്ടെങ്കിൽ, ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ഭയപ്പാടിൽ കയറി ബാധിച്ച ഈ ഉപദ്രവത്തെയാണ് ഒടിമൂർത്തി എന്ന് പറയുന്നത്. പ്രാചീന കാലങ്ങളൊക്കെ, പഴയ കാലങ്ങളിലൊക്കെ അത് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തിരുന്നു. ചെയ്യുന്നത് ഇതാണ്, നമ്മളെ നിഴലാക്കി മാറുന്നതിന് വേണ്ടി മായ സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവന് നമ്മളെ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചില പ്രയോഗങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അത് ചില പ്രകൃതിയിലുള്ള ചില മരുന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മരുന്നുകളെ സേവ ചെയ്തുകൊണ്ടാണ് സാധ്യമാകുന്നത്. അത് ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള മൂർത്തിനെ കുടിവെച്ച ആളുകളാണ് അത് ആരാധിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ അധികാരമുള്ളൂ. മറ്റൊരു ചോദ്യം ഈ കൈവശത്തെ കുറിച്ചാണ്. കൈവശം എന്ന് പറയുന്ന ഒരു സാധനം, നിലവിൽ കൈവശം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. എന്നാൽ കൈവശം പെട്ടു എന്ന് പറയുന്നുണ്ട്. കൈവശമുണ്ട് എന്നും കൈവശം ഇല്ല എന്നും രണ്ടായി വാദിക്കുന്നുണ്ട്. മലബാര സമ്പ്രദായം പറയുന്നത് കൈവശം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ഒരു സാധനം നമ്മളുടെ അകത്ത് പെടാൻ ഒരു മാന്ത്രികന്റെ അല്ലെങ്കിൽ ഒരു പൂജകന്റെ സഹായത്താൽ മാത്രമേ പെടൂ. കൈവശം ഉള്ളത് കൊണ്ട്, അങ്ങനെ ഒരു പ്രക്രിയ ഉള്ളത് കൊണ്ടാവാം സഹസ്രയോഗത്തിലെ, ആയുർവേദത്തിലെ സഹസ്രയോഗത്തെ വിധിയിലടക്കം പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ആയുർവേദ മരുന്ന് കടയിൽ മുഴുവൻ വാങ്ങാൻ കിട്ടുന്നതാണ് കൈവിഷ പരിഹാരി എന്ന പേരിലൊരു ഗുളിക. അപ്പൊ കൈവശം ഉള്ളത് കൊണ്ടാണല്ലോ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ കൈവശം എന്ന് പറയുന്ന സാധനം വശീകരണത്തിനും നശീകരണത്തിനും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ഇങ്ങനെല്ലാം കൈവശത്തെ കൊടുക്കാമെന്നാണ്. നമ്മളൊരു ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് വിഷമാണ്. നമ്മൾ വൃത്തിയില്ലാത്ത, നമ്മൾ തൃപ്തിയില്ലാത്ത വീട്ടിൽ പോയിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളം എന്നല്ല എന്ത് സാധനമായാലും അത് കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ്. ഇങ്ങനെ എല്ലാം കൈവശം പറയാം. ഗ്രഹണ സമയത്ത് ഭക്ഷണം പെട്ടാൽ അത് വിഷമാണ്. രണ്ട് തരത്തിലുള്ള മുഹൂർത്തി സേവകളൊക്കെ ഉള്ള ആൾ തമ്മിലാണ് പന്തയം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പന്തയത്തിൽ ഇത്തരം മദ്യങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക, അതും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ അത് നമ്മൾ ധിക്കരിച്ച് അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസിയായ ഇത്തരത്തിലുള്ള കർമ്മം അറിയുന്നവൻ അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അല്ലെങ്കിൽ എൻ്റെ മൂർത്തി അവൻ ആ കുടിക്കരുതേ, ദൈവമേ ഓൻ ആ കുടിക്കണോടുന്ന് അവൻ തോൽക്കണേ, ആ കുടിച്ചവൻ തളരണേ, കുടിക്കാൻ പറ്റരുതേ. ഈ പ്രാർത്ഥന കൊണ്ട് ഇവൻ ധ്യാനിക്കുന്ന ചൈതന്യത്തിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നെഗറ്റീവായിട്ടൊരു സാധനം കയറ്റാൻ, ആ സാധനം നിങ്ങൾ കുടിക്കുന്ന വെള്ളമായാലോ പാലായാലോ എന്തായാലോ ആ കഴിക്കുന്ന സാധനത്തിന് പിന്നെ ദഹനം വരുന്നില്ല, അത് ഈ ദഹന പ്രക്രിയ നടക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആചാര്യന്മാരുടെ അടുത്ത് പോയി ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ വശീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണ വശീകരണം പല രൂപത്തിന് ചെയ്യുന്നുണ്ട്. വശീകരണത്തിനായി കൈവശം പെടുന്നത് അതൊരു സ്ത്രീവശ്യം മാത്രമല്ല, പല കാര്യങ്ങൾക്കും വശീകരണം വരുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യസാധന വശീകരണം, അങ്ങനെ വശീകരണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പൂജകൻ പഞ്ചസാരയായിട്ടോ ഉപ്പായിട്ടോ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലായിട്ടോ അവർ ജപം ചെയ്ത് കൊടുക്കുന്നതാണ്. അതാ പൂജകൻ ജപം ചെയ്ത് കൊടുക്കുകയാണ്. ആ ജപം ചെയ്ത് കൊടുത്ത് ഇത് കഴിക്കാൻ കൊടുക്കൂ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിലിടൂ, അല്ലെങ്കിൽ അവരുടെ ശിരസിലിടൂ, ഇങ്ങനെ ഒക്കെയും കൈവശം പെടാം. ആ സാധനം നമ്മളിപ്പോൾ ഒരു ഭസ്മമാണ് ജപിച്ചു കൊടുത്തതെങ്കിൽ ആ ഭസ്മം നമ്മുടെ ശിരസിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം, ആദ്യം കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹന പ്രക്രിയ നടക്കുന്നില്ല. അത് ഈ മുഹൂർത്തി കൊണ്ട് ചെയ്യുന്നത്, ഈ കൈവശവുമായി ബന്ധപ്പെട്ട ഈ മുഹൂർത്തി കൊണ്ട് ചെയ്യുന്നതാണ്. ആ സാധനം ദഹിക്കാത്തത് കൊണ്ട് അത് നമുക്ക് വളരെ വലിയ അസ്വസ്ഥതകളും വിഷമതകളും ഉണ്ടാക്കുന്നു. മന്ത്രം ചൊല്ലി കൊടുക്കുന്നത്, ഇത് മന്ത്രം ജപിച്ച് മന്ത്രത്തോടു കൂടി, പ്രത്യേക മന്ത്രത്തോടു കൂടി കൊടുക്കുന്നതാണ്. അപ്പൊ കൊടുക്കുന്ന ആ ആഹാര പദാർത്ഥമല്ല, ഇപ്പൊ ഉപ്പെന്നോ പഞ്ചസാരയോ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു, അതിലായിരിക്കും ഈ മന്ത്രം ജപിച്ച് കൊടുക്കുന്നത്. അത് കൈവശമുണ്ട് എന്ന് പറയപ്പെടുകയാണ്. അതെ, അതുകൊണ്ട് ഈ കൈവശം ഉണ്ട് എന്ന് പറയപ്പെടുകയാണെങ്കിൽ ഈ സാധനമാണ് അത് വിഷമായി മാറുന്നത്, അതായിരിക്കും ഉള്ളിലേക്ക് പോകുന്നത്. അതെ, അത് കഴിക്കുമ്പോൾ കഴിക്കണ്ട, അതാ പറഞ്ഞ ഒരു ഭസ്മമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഭസ്മം സ്പർശിച്ചാലും മതി, സ്പർശിച്ചാൽ മതി. സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിന്റെ പവർ കൊണ്ട് ഈ മന്ത്രമുഹൂർത്തി ഈ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ നെഗറ്റീവായി സാധനത്തിനെ കയറ്റി കടത്തി വിടുകയാണെന്നുള്ളതാണ്. ഒരു ഇഞ്ചക്ഷൻ പോലെ ആ സാധനം നിങ്ങളുടെ ശരീരത്തിൽ കയറുക, അത് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ മന്ത്രം നമ്മുടെ ഉള്ളിലുണ്ടാകും. തീർച്ചയായിട്ടും അതിന്റെ ഫലമായിരിക്കും പിന്നീട് ഉണ്ടാകും. അതെ, ആ മന്ത്രം ജപിച്ചു കൊടുത്ത പൂജകൻ അത്രയും കഠിനമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് അതിന്റെ ഫലങ്ങളാണ് അനുഭവിക്കുന്നത്. അത് കൃത്യമായി അതിനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ പൈശാചികമായി വളരെ വലിയ രൂപങ്ങളിലേക്ക് മാറും.
വിഷമതകളും വേദനകളും. അപ്പൊ അത്തരത്തിൽ കൈവിഷം പോയിട്ടൊക്കെയാണോ ചിത്തഭ്രമം പോലുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ള? തീർച്ചയായിട്ടും അങ്ങനെ പല ജ്യോതിഷ പണ്ഡിതന്മാരെ തന്നെ നോക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൈവശം പെട്ടിട്ടുണ്ട്, ഈ കൈവശത്തിന് ഇന്നതാണ് പരിഹാരം. അല്ലെങ്കിൽ ഒന്നുകിൽ വമനക്രിയകൾ, ആയുർവേദത്തിൽ വമനക്രിയകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചില അമ്പലങ്ങളിൽ കാണുന്നുണ്ട് ഇത്തരത്തിൽ കൈവശം കഴിച്ചിട്ട് വന്നിട്ട്. ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ തിരുവിഴ ചേർത്തല അമ്പലത്തിൽ, തിരുവിഴ ആണല്ലോ ഇത്തരത്തിൽ ഇങ്ങനെ കൈവിഷം എടുക്കുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? തീർച്ചയായും. കാരണം ഈ കൈവശം എടുക്കുന്ന കേന്ദ്രങ്ങളിൽ തിരുവിഴ മഹാദേവ ക്ഷേത്രം വളരെ പ്രധാനമായ ക്ഷേത്ര. കാരണം അത് ഈ കൈവശം പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആയിട്ട് എന്ത് ഭക്ഷണം പെട്ടാലും അത് ഛർദ്ദിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണത്. അത് കൈവശം എന്ന് പറഞ്ഞാൽ മാന്ത്രിക വശം മാത്രമല്ല, അല്ലാതെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് അകത്തുണ്ടെങ്കിൽ, നെഗറ്റീവ് പാസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ, അത് മുഴുവൻ പോകുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരണത്തോടു കൂടി വിഷം എടുക്കുന്ന സ്ഥലമായിട്ടല്ല ഇപ്പോൾ ഈ തിരുവിഴ പോലത്തെ സ്ഥലങ്ങൾ കാണുന്നത്. അത് ഏത് ആചാര്യന്മാരായാലും, അല്ലെങ്കിൽ തിരുവിഴ പോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഈ കൈവശത്തിന് ഛർദ്ദിപ്പിക്കുന്ന ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ ചോറ്റാനിക്കര അങ്ങനെയുണ്ട്. ചോറ്റാനിക്കര ഞാൻ എന്റെ അറിവിൽ കേട്ടിട്ടില്ല. അങ്ങനെ കൈവശം കൊടുക്കുന്നതായിട്ട്, കൈവശത്തിന് മരുന്ന് കൊടുക്കുന്നതായി കേട്ടിട്ടില്ല. ഇപ്പൊ പാലാണ് അവിടെ കൊടുക്കുന്നത്. അവിടുത്തെ ഒരു പ്രസാദം തലേ ദിവസം അവിടെ ചെല്ലുന്നു. ഈ തിരുവിഴ പോലത്തെ സ്ഥലത്ത് എങ്ങനെയാണ്, തലേ ദിവസം അവിടെ ചെന്ന് അവിടുത്തെ ഒരു ഭക്ഷണം കഴിക്കുക, ഒരു വ്രതത്തോടു കൂടി പിറ്റത്തെ ദിവസം രാവിലെ പൂജ കഴിഞ്ഞ് അവർ തരുന്ന ഒരു പ്രസാദം, ഒരു പാല് കുടിക്കുക. ആ പാല് കുടിച്ചാൽ നമ്മൾ ഛർദ്ദിക്കുന്നു. ആ ഛർദ്ദിച്ചിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്നു. അങ്ങനെ ഒരു സംഭവം നിലവിലുള്ളതാണത്. അതേപോലെ തന്നെ ഒന്നാണ് ഈ കൈവശ പരിഹാരി ഗുളിക. ആയുർവേദത്തിലെ ഗുളികയാണത്. അത് കോട്ടക്കൽ ആയുർവേദശാല പോലത്തെ വളരെ പ്രബലമായ ആശുപത്രികൾ, പാരമ്പര്യമായിട്ടുള്ള ഈ ഹോസ്പിറ്റലുകൾ മുഴുവൻ അത്തരത്തിലുള്ള മരുന്നുകൾ കിട്ടുന്നുണ്ട്. അപ്പോ കൈവശം എന്ന് പറയുന്നത് പവറിൽ കിട്ടുന്നത് ഒരാൾ വശീകരിക്കാൻ കൊടുത്തോളണമെന്നില്ല. ഇത്തരത്തിൽ നെഗറ്റീവ് ആണെങ്കിലും നമ്മളുടെ അകത്ത് പെട്ടാലും അത് വിഷമാണ്. അതിനെ നമ്മൾ കൈവശം എന്ന് തന്നെയാണ് പറയുക. ചേട്ടാ, ഈ കൈവശവും വശ്യവും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിൽ തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? അതില് ഈ വശീകരണ ക്രിയകള്, അങ്ങനെ ഒരു ക്രിയ തന്നെ ഈ സ്ത്രീവശ്യം പുരുഷവശ്യം മാത്രമല്ല, സ്ത്രീവശ്യം, പുരുഷവശ്യം, കാര്യസാധ്യവശ്യം, അങ്ങനെ വശ്യങ്ങൾ നിരവധി ഉണ്ട്. വശ്യം എന്ന വാക്കുകൊണ്ട് നമുക്ക് കാര്യസാധ്യം നടക്കും. ആകർഷണം നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആധികാരികമായി വശ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീവശ്യം മാത്രമല്ല, ഒരു സ്ത്രീനെ നമുക്ക് ആകർഷിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല വശ്യം. നമുക്ക് വശമായിരിക്കേണ്ടത് നമ്മൾ തെറ്റുകാരനല്ല. ഇപ്പൊ ഒരു കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അതിന് നമ്മൾ തെറ്റുകാരനല്ല. സമൂഹത്തിന് മുന്നിൽ അത് തെളിയണം. അപ്പൊ നമ്മൾ കോടതിയിലാണ് കേസ് വെക്കുക. ആ കോടതിയിൽ അങ്ങനത്തെ ഒരു കേസ് അത്തരത്തിലുള്ള സമൂഹത്തിൽ അങ്ങനെ ആധികാരികമായിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ കുറ്റക്കാരനല്ല, അത് തെളിയിച്ചു തരണ ദൈവമേ, അതിനുവേണ്ടി അവർ അനുകൂലമായി മാറണമേ എന്ന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം. ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് എനിക്ക് വാദിച്ച് എനിക്ക് വശ്യം ചെയ്യാം. അത് നല്ല പ്രവൃത്തിയാണ്. ഇതേ രൂപത്തിൽ തന്നെ ഈ വശ്യത്തെ വേറെ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. സ്ത്രീവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എനിക്ക് അനുകൂലമായി വരണേ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഉണ്ട്, അവൻ എനിക്ക് അനുകൂലമായി വരണേ. അപ്പൊ വശ്യപ്രവൃത്തി നിലവിൽ മലബാർ സമ്പ്രദായത്തിലുണ്ട്. ഇന്ന് ആദ്യം അങ്ങനെ മലബാർ സമ്പ്രദായത്തിൽ അതെടുത്ത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യേണ്ട ഒരു ആവശ്യം നിലവിൽ വരാറില്ല. സംഭവം അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട്. എന്നിട്ട് ഈ LMRK കുറിച്ച് എന്താണ് ഏട്ടന്റെ അഭിപ്രായം? LMRK കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം മുരുകഭഗവാന്റെ ദർശനങ്ങളും അനുഗ്രഹങ്ങളും മുരുക ദർശനങ്ങളും ലോകരിൽ എത്തിക്കുന്നതിന് വേണ്ടി അവതാരം കൊണ്ട ആളാണ് രജിത് സാറ്. ആ രജിത് ജി LMRK എന്ന് പറയുന്നതായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് രാജ്യരക്ഷാർത്ഥമാണ്. രാജ്യരക്ഷാർത്ഥം സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഒരു സംഘം രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ വളരെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല ഈ ചാനൽ തന്നെ അത്തരത്തിലുള്ള ഈ മലബാർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിമുഖം നടത്താൻ ആഗ്രഹിച്ചു എന്നതിൽ തന്നെ വളരെ വലിയ സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്. പഴനി മുരുകനും അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയും മലബാർ സമ്പ്രദായവും തമ്മിൽ തന്നെ ബന്ധമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാവാൻ ചിലപ്പോൾ ഈ മലബാരം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നൊരാശയം ഉദിച്ചത്. മലബാർ സമ്പ്രദായത്തിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് കേളൻ എന്ന ഒരു നാമധേയം കൂടി അറിയപ്പെടുന്നത്. കണ്ണൂര് ആ ഭാഗങ്ങളിലൊക്കെ അത് കണ്ടനാർ കേളൻ എന്ന പേരിലാണ് അറിയപ്പെടാറ്. വലങ്കൈയിൽ ശൂലവും ഇടങ്കൈയിൽ പീലിയുമായി മയിലും പുറത്തേറി വേട്ടയാടും എൻ്റെ കേള കണ്ടനാർ കേള എന്നൊരു ചൊല്ല് ഈ മലബാരത്തിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ആ ഒരു സുബ്രഹ്മണ്യസ്വാമി വളരെ വലിയ ഒരു സേനയെ നയിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വിഷ്ണുമായ ചാത്തന്റെ കുട്ടിച്ചാത്തന്മാരുടെ ഒരു സേനയെ നയിക്കുന്നത് കരിങ്കുട്ടിച്ചാത്തനാണ്. മലബാർ സമ്പ്രദായത്തിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥാനം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ നാമധേയത്തിലുണ്ട്. 2-3 ദിവസം മുന്നേ പഴനിമല പോയപ്പോൾ ഞാൻ അങ്ങനെ പഴനിമലയ്ക്ക് പോവാറില്ലായിരുന്നു. അടുത്ത കാലത്താണ് പോക്ക് തുടങ്ങിയത്. 2-3 പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ പഴനിമല പോയപ്പോൾ അവിടെ നിറയെ കോഴികളാണ്. കോഴികളെ അങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്ത് ഈ പഴനിയിലേക്ക് ഇങ്ങനെ കോഴി വരാനുള്ളത്. അപ്പോൾ ഈ ആചാര വിധികളിൽ നമ്മൾ ഒന്നും കൂടി കവളാചാരത്തിനെ കുറിച്ച് ഒന്നും കൂടി ആലോചിച്ചു നോക്കുമോ, കറക്റ്റ് ആവുമല്ലോ അത്. മുരുകഭഗവാന്റെ അടയാളത്തിൽ കോഴിയെ പറയുന്നുണ്ട്. മുരുകഭഗവാന്റെ ഒരു അടയാളത്തിൽ നമ്മൾ ഈ കോഴിയെ പറയുന്നുണ്ടെങ്കിൽ മലബാരത്തിലും ഇത്തരത്തിലൊരു കോഴിയെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലബാര സമ്പ്രദായവും മുരുകഭഗവാനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് അത് വ്യക്തമാണ്. ഇതാണ് മലബാര സമ്പ്രദായവും ഈ സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ താങ്കളുടെ ഒരു വളരെ വിലയേറിയ സമയം നമ്മുടെ ചാനലിലേക്ക് വരികയും നമുക്ക് വളരെ വിലപ്പെട്ട അറിവ് നൽകുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച്, അതായത് നമ്മളിപ്പോ പറഞ്ഞു വന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈവിഷയത്തെ കുറിച്ച് പറഞ്ഞു, ഒടിയനെ കുറിച്ച് പറഞ്ഞു, ചാത്തനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ വിഷ്ണുമായയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. സത്യത്തിൽ എവിടെയോ അല്പമൊക്കെ കേട്ടുപോയ ചില കഥകൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ വളരെ അല്പാൽപ്പം എവിടെയൊക്കെയോ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും എനിക്ക് താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. അല്പജ്ഞാനത്തിൽ കാര്യമില്ല, എന്നാലും ചിലപ്പോ എവിടെയെങ്കിലും അല്പജ്ഞാനം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകാറുണ്ട്. അത്തരത്തിൽ ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നമുക്കിരിക്കണം. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി തിരുവേഗപ്പുറയിലെ വെളുത്തൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത് 850-900 വർഷം പഴക്കത്തോടുകൂടി നിൽക്കുന്നതായ, ഞങ്ങളുടെ തറവാടിലെ പൂർവികമായി നിൽക്കുന്നതായ 850-860 വർഷം പഴക്കമുള്ളതായ ഗുരുചൈതന്യം പ്രതിഷ്ഠിച്ചതായ പൊന്നുമലബാരത്തമ്മയും പുന്നാരക്കരിമുത്തിയും പല ദൈവങ്ങളും ഇരിക്കുന്നതായ തറവാട്ടിലെ അമ്പലം ഉദ്ദിഷ്ട കാര്യസാധ്യതകൾക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള പൂജകൾക്ക് വേണ്ടിയും കർമ്മങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പാരമ്പര്യമായി ആ തന്ന അറിവുകൾ, അവിടെ നിന്ന് എന്റെ ഗുരു ചൈതന്യങ്ങളിൽ നിന്ന് പകർന്നു തന്ന അറിവുകളാണ് ഞാനിവിടെ പ്രതിപാദിക്കപ്പെട്ടത്. ഈ മലബാർ സമ്പ്രദായത്തിനെ കുറിച്ച് തന്നെ പല ആചാര്യന്മാരും പല വിധേന പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് വ്യത്യസ്തമായിരിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ പൂർവിക തറവാട്ടിലെ എന്റെ ആചാര്യന്മാരെ, എന്റെ ഗുരു പരമ്പരകളുടെ അനുഗ്രഹത്തോടു കൂടി അവരിൽ നിന്ന് കിട്ടിയ അറിവാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എന്തായാലും ഈ സമ്പ്രദായത്തിന്, മലബാര സമ്പ്രദായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഈ ചാനലിന്റെ ഭാഗത്തുനിന്നും എല്ലമാർക്കിയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്തേ. നമസ്തേ. നന്ദി.